ഇവിടെ മൊത്തം ഹിന്ദിയാണ്. ഹിന്ദി വായിക്കാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷിലും കാണിക്കും കേട്ടോ. പണ്ട് ലവ്ലി ടീച്ചർ എന്നോട് പറഞ്ഞ ഹിന്ദി പഠിപ്പിച്ച് 10ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. ടീച്ചർ ഇത് കാണണ്ടാവോ ഈശ്വര. ഞാൻ ആ ബുക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഇനിയും എന്നെ മലയാളം പഠിപ്പിച്ച് 10ാം ക്ലാസ്സിൽ തന്നെ 10 മാത്രമല്ല മറ്റേ ബിനി സാറ് മലയാളമൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. എനിക്കറിയാം, സാറിന് അറിയാമല്ലോ. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കേട്ടോ പറഞ്ഞത്. ശരി, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ ആലോചിക്കുമ്പോൾ സാറന്മാരെയൊക്കെ ഓർമ്മ വരുന്നു. പഠിച്ചാൽ മതിയായിരുന്നു. വന്ന് ഗേറ്റ് നമ്പർ ഈ AI101 ഈ ഹിന്ദിയിൽ എഴുതിക്കണാണ് സാധനം. ഗേറ്റ് നമ്പർ എത്ര? 7. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് ഇപ്പോൾ ദൈവമേ 7 അടുത്തായിരുന്നു. വലിയ 26 ആയിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ച് പോകേണ്ടി വന്നേനെ ഇവിടുന്ന്. കേരളത്തനിമയുള്ള ഒരു ആഡാണെന്ന് തോന്നുന്നു. എഴുതകഥ ഇതെന്തത്? വേണ്ട, വായിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും. ഇതാണ് ഡൽഹി ക്യാപിറ്റൽ സ്പോർട്സ് ബാർ. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താങ്ക് ഗോഡ്. ഇതായാലും മതി എല്ലായിടത്തും. ഇതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അപ്പുറത്തെത്തും. നമ്മൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡത്തിൽ ഇതിലങ്ങ് പോവും. ഈ ചേച്ചിയുടെ ഓട്ടം കണ്ടിട്ട് ചേച്ചി ന്യൂയോർക്കിലേക്കാന്ന് തോന്നുന്നു. ഗൈസ്, ഗേറ്റിലെത്തി. ഗേറ്റ് A. അത് ഗേറ്റ് B അല്ല, ഗേറ്റ് A തന്നെയാണ്. ഗൈസ്, ഇനി ലോങ് ജേണിയാണ്. അതിനകത്ത് ഇരുന്നിട്ട് ഇനി പാട്ട് കേൾക്കണം, ഉറങ്ങണം, സിനിമ കാണണം, ഫുഡ് കഴിക്കണം. ഇതാണ് ഞാൻ കയറാൻ പോണ ഫ്ലൈറ്റ്. വലിയ ഫാൻ. ഇതൊരെണ്ണം വീട്ടിൽ കൊണ്ടുപോക്കായിരുന്നു. ചൂടൊന്ന് മാറിക്കിട്ടിയ ബിസിനസ് ക്ലാസ്. നമുക്കിത് വിധിച്ചിട്ടില്ല. അത് അക്ഷരസ്ഫുടത ഇല്ലാത്തണ്ടല്ലോ കേട്ടോ. അത് തണുത്തട്ട ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ദൈവമേ, ഞാനുണ്ടല്ലോ ഫ്ലൈറ്റ് കയറിയത് മാത്രം, ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒറ്റ ഉറക്കാനുള്ളൂ. പിന്നെ കണ്ണു തുറന്നത് ഒരു വേറെ ഏതോ ലോകത്തിരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി. എന്ത് പറ്റിയെന്നിരിക്കാറിഞ്ഞൂടാ. ഞാൻ അവിടെ വീട്ടിൽ ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ഉറക്കമൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ വെളുപ്പിന് 3 മണിയല്ലേ, അപ്പോൾ ആരായാലും ഒന്ന് ഡെഡ് സ്ലീപ്പിംഗ് ആയിരിക്കും. എൻ്റെ പൊന്നെ. പിന്നെ ആരോ ഒന്ന് വിളിച്ച് ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വന്നത്. ഒരു ഐഡിയ ഉണ്ടായില്ല എങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ടോയ്ലറ്റിലാണ് കേട്ടോ. ഇതാണ് ടോയ്ലറ്റ് കണ്ടോ. ദിസ് ഇസ് ടോയ്ലറ്റ്. ഇവിടെ ഒരാൾക്ക് നിൽക്കാനേ സ്ഥലമുള്ളൂ. ഇനിയും ഇപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ടൈം രാത്രി ആണ്, പകലാണ്. അത് ക്ലോക്ക് നോക്കേണ്ടി വരും. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ രാത്രി 10 മണിയെങ്ങാണ്ടാണ് ആയിരിക്കണം. എനിക്കൊന്നും അവിടെ രാവിലെ 7 മണിക്ക് നമ്മൾ എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ 12 മണിയായി കാണുമായിരിക്കും. കുറേ നേരമായി ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അമേരിക്കയിലിപ്പോൾ ചിലപ്പോൾ ഒരു 12 മണിയായി കാണും. രാത്രി 12 മണിയായി കാണും. ഇനിയിപ്പോൾ മോർത്ത വെളുപ്പിന് 7:30 എങ്ങാണ്ടാകുന്നു തോന്നുന്നു. അത് മാത്രമല്ല, ഫ്ലൈറ്റ് 2:20 എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 4 o'clock 3:30 ആയപ്പോഴാണ് ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് പൊങ്ങിയത്. അത്ര നേരം എന്തോ ചെയ്യുക, റൺവേ കിടന്ന് കറങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ റൺവേ കിടന്ന് കറങ്ങുമായിരുന്നു. പിന്നെ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല നോക്കാനൊക്കെ ആയിട്ട്. എനിവേ ഗൈസ്, എന്തായാലും അവിടെ ചിലപ്പോൾ 7, 8, 9 ഒക്കെ ആവുമായിരിക്കും മിക്കവാറും ഞാൻ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട്. നോക്കാം. ഓക്കെ, ഇനി ഞാൻ പോയിട്ടൊന്ന് ഉറങ്ങട്ടെ. ഇല്ല, ഇനി ഉറങ്ങാനല്ല, ഇനി എന്ത് സിനിമയോ പാട്ടൊക്കെ കേൾക്കട്ടെ. ഇനി നമുക്ക് JFK എത്തിയിട്ട് കാണാം. ഓക്കെ.
ചെയ്യണമല്ലോ. യൂറി പാസ് ചെയ്തിട്ട് സൂത്രം കഴിച്ചിട്ടാ